So good morning. Today we are going to discuss about the state legislature procedures. So we are actually discussing in the part 6 of Indian Constitution. So we have started with Article 153, that is part of part 6, that is discussing about the governor. So governor is part of state executive. So governor, council of ministers, chief minister, and advocate general. These are the 4 components of state executive that we have already discussed. Today we are going to start with state legislature. So Article 168 to 212. So Article 153 മുതൽ 167 വരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ട്, ആർട്ടിക്കിൾ 153 പറഞ്ഞ എന്താണ്? There shall be a governor for each state. 154 പറഞ്ഞ എന്താണ്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ഗവർണർ. 155 പറഞ്ഞ എന്താണ്? ഗവർണർ വിൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. അങ്ങനെ 150 മുതൽ നമ്മൾ ഗവർണറെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ 159 വരെയുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ പഠിച്ചു. ഇനി 160 to 167 ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ, ഇവരെ കുറിച്ചുള്ള ആർട്ടിക്കിളുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. സോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 168 മുതൽ 212 വരെയാണ്. സോ അഫ്കോഴ്സ് നമുക്കറിയാം, പാർട്ട് 5 ഡിസ്കസ് ചെയ്യുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചും പാർട്ട് 6 ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചും ആണ്. അപ്പൊ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് വരുന്നു. നമ്മൾ അവിടെ പാർലമെന്റ് പഠിച്ചതുപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നമ്മൾ പഠിക്കുന്നു. So Article 168, so that is a very very important article. ഈ ആർട്ടിക്കിൾ ആണ് പറയുന്നത് ഒരു ലെജിസ്ലേച്ചർ എന്നൊരു കൺസെപ്റ്റ് ഒരു സ്റ്റേറ്റിനുണ്ട്. So that includes the governor also. So we know that parliament means Lok Sabha and Rajya Sabha and president. ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇത് മൂന്നും ചേരുന്നതാണ് എന്ത്? പാർലമെന്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ഹൗസ് ഓഫ് പീപ്പിളും പ്രസിഡന്റും ചേരുന്നതാണ് ലോക്സഭ. ചേരുന്നതാണ് യൂണിയൻ ലെജിസ്ലേച്ചർ, പാർലമെന്റ്. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഗവർണർ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, which is similar to Lok Sabha, that is House of People. Legislative Assembly, it is also called Vidhan Sabha. That is a Hindi word, Vidhan Sabha. Lok Sabha is actually the Hindi word, right? Rajya Sabha and Lok Sabha, that is, they are Hindi words. So like that, Vidhan Sabha is a Hindi word for Legislative Assembly. And one more thing. In India, there is bicameralism exists. What do you mean by bicameralism? Bicameralism means 2 sabhas. Okay, 2 sabhas, Lok Sabha and Rajya Sabha. 2 law-making institutes, അല്ലെങ്കിൽ law-making sabhas, 2 houses. ഇപ്പോ ഒരു ബില്ല് ലോക്സഭയിൽ വന്നാൽ അത് രാജ്യസഭ കൂടി പാസ്സാക്കണം. ഒരു ബില്ല് രാജ്യസഭയിൽ വന്നാൽ അത് ലോക്സഭ കൂടെ പാസ്സാക്കണം. അല്ലെങ്കിൽ മണി ബില്ല് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ലോക്സഭയിലാണ്. അത് മണി ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് പോകണം, രാജ്യസഭ അത് പാസ്സാക്കണം. So there are 2 houses which has to take decisions regarding union. So ആ കൺസെപ്റ്റിനെയാണ് വിളിക്കുന്നത് ബൈകാമറലിസം. Bicameralism. So India is one of the countries which support bicameralism.
bicameralism support ചെയ്യുന്ന ഒരു കൺട്രിയാണ് എന്ത്? ഇന്ത്യ. അപ്പൊ അതുപോലെ ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകൾ bicameralism support ചെയ്യുന്നുണ്ട്. That means they are also having two houses. One is called Legislative Assembly, that is sure. And second one is called Legislative Council. So you have to remember one point. Every state should have Legislative Assembly, Vidhan Sabha, House of People. ജനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കുന്ന ഒരു സഭ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകണം. That is called Legislative Assembly. We know that in Kerala also there is Legislative Assembly. But in some states, they are having one more house. That house is called Legislative Council. So that is also called Vidhan Parishad. So Legislative Assembly is also called Vidhan Sabha and Legislative Council is also called Vidhan Parishad. So you have to remember there are 7 Indian states are there. There are 7 Indian states. Andhra Pradesh, Telangana, Bihar. Okay, idile Jammu Kashmir remove cheyanam. Jammu Kashmir is not a state now. Jammu Kashmir is not a state now. That is a union territory. Okay, sorry. So there are 6. Sorry for the interruption. So there are 6 Indian states: Andhra, Telangana, Bihar, Karnataka, Maharashtra. Andhra, Telangana, Bihar, Karnataka, Maharashtra, and Uttar Pradesh. So there are 6 states: Andhra Pradesh, Telangana, Karnataka, Maharashtra, Bihar, Uttar Pradesh. So these 6 states is having bicameral legislature. That means in that states there are 2 houses, Vidhan Sabha as well as Vidhan Parishad, Legislative Assembly as well as Legislative Council. So these are all things are discussing in Article 168. Clear? So next, Article 169. Article 169 only focus on Legislative Council, that is Vidhan Parishad. So Vidhan Parishadine abolish cheyyunnadineyum create cheyyunnadineyum kurichu parayunna article aanu Article 169. So here you have to remember Article 168 is very much important. So Andhra Pradesh ഒരു state ആണ്, അത് 1957 വന്നത്. We know that the first linguistic based state formed is Andhra, that is in 1953. അത് കഴിഞ്ഞ് ആന്ധ്ര പ്രദേശ് ആയി മാറുന്നത് 1957 അപ്പൊ തന്നെ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായി. ബട്ട് 1985 അത് അബോളിഷ്ഡ് ആയി. വീണ്ടും 2007 അത് റിവൈവ് ആയി. അപ്പോ ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ 169 ആണ്. Then here comes the next important article, that is Article 170. This article prescribes the composition of Legislative Assembly. Legislative Assembly ile എങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്താണ്? നമുക്കറിയാം പാർലമെന്റ് പറയുമ്പോൾ രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് 250 ആണ്. അതിൽ 12 members നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. അതുപോലെ ലോക്സഭയുടെ maximum strength 552 ആയിരുന്നു, ഇപ്പൊ 550 ആണ്. ബിക്കോസ് 2 ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു നോമിനേഷൻ 2020 അവസാനിച്ചു. അതുകൊണ്ട് now the strength of Lok Sabha is 550. So that both things are decided in the 7th Amendment of 1956. That is also we have discussed. അപ്പൊ ഇവിടെ Article 170 is actually telling about the strength of Legislative Assembly. നമുക്കറിയാം യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് 346
Universal adult franchise. Universal adult franchise. പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് തികഞ്ഞ ആൾക്കാർക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ആളുകളെ സെലക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് വിടാം? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വിടാം. സോ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് കംപ്ലീറ്റ്ലി ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ ആണ്. സോ ഇതിന് 2020 മുമ്പ് വരെ ഒരാളെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗവർണർക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു. 2020 മുമ്പ് വരെ ഒരാളെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അപ്പോ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ MLAs, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കോമ്പോസിഷൻ. സോ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 500 ആണ്. മിനിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 60 ആണ്. മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 500 ആണ്. മിനിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള, നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുതലായിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉത്തർപ്രദേശിന്റേതാണ്. ഉത്തർപ്രദേശിന്റെയാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്തുകൊണ്ടായിരിക്കും? പോപ്പുലേഷൻ ഏറ്റവും കൂടുതലും ആർക്ക് തന്നെയാണ്? ഉത്തർപ്രദേശിന് തന്നെയാണ്. പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉള്ളത്. ഏറ്റവും കുറവ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉള്ള സ്റ്റേറ്റ് സിക്കിമാണ്. സിക്കിമാണ് ഏറ്റവും കുറവ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉള്ള സ്റ്റേറ്റ്. അപ്പോ പോപ്പുലേഷനും എവിടെ തന്നെയാണ് ഏറ്റവും കുറവ്? സിക്കിമിൽ തന്നെയാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. അവിടെ തന്നെയാണ് കൂടുതൽ ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് ഓൾസോ ഹൈസ്റ്റ് ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ലോവസ്റ്റ് ഇൻ സിക്കിം. സോ മാക്സിമം സ്ട്രെങ്ത് ഈസ് ഫിക്സഡ് അറ്റ് 500. 500 ആണ് മാക്സിമം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരാനുള്ള സ്ട്രെങ്ത്. മിനിമം സ്ട്രെങ്ത് 60 ആണ്. പക്ഷേ അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ ഈ സ്റ്റേറ്റുകളിലെല്ലാം മിനിമം സ്ട്രെങ്ത് 30 ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മിസോറാം, നാഗാലാൻഡ് അവിടെ 40, 46 എന്നുള്ള മിനിമം സ്ട്രെങ്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിനിമം സ്ട്രെങ്ത് സിക്കിമിൽ 30 ആണ്. അപ്പൊ 30ഓ 31ഓ ആയിരിക്കാം മേ ബി സിക്കിമിലുള്ള നമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്. എന്തായാലും സിക്കിമിലാണ് ഏറ്റവും കുറവ്. കേരളത്തിൽ എത്രയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്? 140 ആണ്. 140 ആണ് കേരളത്തിലുള്ള MLA-മാരുടെ എണ്ണം. 140. ഓക്കെ. അപ്പൊ നേരത്തെയൊക്കെ 141 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. The one member from Anglo-Indian community which is nominated by the governor. But now 140 members are there in Kerala Legislative Assembly. For Article 170 വളരെ important ആണ്. Then Article 171. 171 ആരെ കുറിച്ചായിരിക്കും പറയുന്നത്? ഓഫ് കോഴ്സ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കോമ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കോമ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ നമ്പർ ഓഫ് പീപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ നമ്പർ ഓഫ് പീപ്പിളിനെ പറയുന്നത്. 1/3, 1/3 ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് ആയിരിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മാക്സിമം വരാവുന്നത്. മിനിമം എത്രയാണ്? 40 ആണ്. സോ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് 40. മിനിമം നമ്പർ ഓഫ് people in legislative assembly is 60. Maximum is 500 for legislative assembly. 1/3 of corresponding state legislative assembly members is legislative council. Clear? അപ്പൊ ഇത്രയാണ്. ഇനി ഒരു പ്രധാന കാര്യം പറയേണ്ടത്, നമ്മള് ഗവർണറുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ് രാജ്യസഭയിലെ പോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/3 ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിനെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. 1/3 ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിനെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പൊ അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ
ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും ലെജിസ്ലേറ്റീവ് കൗൺസിലിന് രാജ്യസഭ പോലെയാണ്. ഓക്കെ, രാജ്യസഭ പോലെയാണ്. ലോവസ്റ്റ് ഹൗസ് ഓഫ് പാർലമെന്റ് ഏതാണ്? ലോക്സഭയാണ്. അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് ഏതാണ്? രാജ്യസഭയാണ്. അപ്പൊ ഇവിടെയും ലോവർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയും അപ്പർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൗൺസിലും ആകുന്നു. Then ആർട്ടിക്കിൾ 172 പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെയും ടേം ഓഫ് ഡ്യൂറേഷനെ കുറിച്ചാണ്, ടേമിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു നിയമസഭയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 5 years ആണ്. പാർലമെന്റിലെ ലോക്സഭയുടെ ഡ്യൂറേഷൻ എത്രയാണോ അത് തന്നെയാണ് ഒരു നിയമസഭയുടെയും ഡ്യൂറേഷൻ, 5 years. പക്ഷെ ലെജിസ്ലേറ്റീവ് കൗൺസിലോ രാജ്യസഭ പോലെയാണ്. രാജ്യസഭ shall not be subject to dissolution നമ്മൾ പഠിച്ചതാണ്. അതൊരു സ്ഥിരം സഭയാണ്. 1/3 of members of Rajya will be resigned or will be resigned from the Rajya Sabha every 2 years. നമ്മൾ പഠിച്ചു. ഇപ്പൊ രാജ്യസഭ സ്ഥിരം സഭയാണ്. അവിടുത്തെ അംഗങ്ങൾ 1/3 of members എല്ലാ 2 വർഷം കൂടുമ്പോഴും റിസൈൻ ചെയ്യുന്നു. എപ്പോഴും മെമ്പേഴ്സ് ഉള്ള ഒരു സഭയാണ് രാജ്യസഭ. ടേം പറയേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലും. 1/3 of members will resign every 2nd year. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ ലോക്സഭയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് സെയിം ആണ്. എന്തൊക്കെ നമ്മൾ രാജ്യസഭയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ലെജിസ്ലേറ്റീവ് കൗൺസിലിന് സെയിം ആണ്. Then ആർട്ടിക്കിൾ 173 പറയുന്നത് ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ മെമ്പർഷിപ്പ് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമുക്കറിയാം സിറ്റിസൺ ഓഫ് ഇന്ത്യ should be a citizen of India. Then ഇവിടെ അടുത്ത വാക്ക് നമുക്കറിയാം പ്രസിഡന്റ് ആവാൻ 35 വയസ്സാകണം. വൈസ് പ്രസിഡന്റ് ഓൾസോ 35 years. പാർലമെന്റിലാണെങ്കിലോ 25 ആണ്. ലോക്സഭയിലാണ് 25, രാജ്യസഭയില് 30 ആണ്. So here for the state legislature 25 years of age ആണ് qualification. And a person to be elected to the legislative council must be an elector for an assembly constituency in the concerned state. And to be qualified for governor's nomination, he must be a resident in the concerned state. Clear? അപ്പോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അവിടെ എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്. 2/3 എലക്ടഡ് മെമ്പേഴ്സും 1/3 നോമിനേറ്റഡ് മെമ്പേഴ്സും ചേരുന്നതാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ അതിൽ 1/3 മെമ്പേഴ്സിനെ ഗവർണറാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സോ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി റിസൈഡഡ് അറ്റ് ദ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരാളാകണം. 2, എലക്ട് ചെയ്യണമെങ്കിൽ അയാൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു എലക്ടർ ആയിരിക്കണം. അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരണമെങ്കിലും ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഒരു എലക്ടർ ആയിരിക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന സീറ്റിലാണ് വരുന്നെങ്കിൽ അയാൾ ആ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിൽ പെട്ട ആളായിരിക്കണം. ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. Then 191 നമ്മൾ 173 നിന്ന് ഡയറക്റ്റ് 191ലേക്ക് പോവാണ്. ബിക്കോസ് നമ്മൾ പാർലമെന്റ് ഡിസ്കസ് ചെയ്തപ്പോഴും ആദ്യം നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ഉടൻ ഡിസ്ക്വാളിഫിക്കേഷനിലേക്കാണ് പോയത്. അപ്പൊ ഇവിടെയും ആർട്ടിക്കിൾ 191 ഡിസ്കസിങ് അബൌട്ട് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണോ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 1951, പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 1951, ഈ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 1951 ആണ് ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ആക്ട്. അപ്പൊ ആ ആക്ടിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പാർലമെന്റിലെ മെമ്പേഴ്സിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മെമ്പേഴ്സിനും സെയിം ആണ്. നമ്മൾ വീണ്ടും വീണ്ടും അത് പഠിക്കേണ്ട കാര്യമില്ല. ഈവൻ ദോ ഞാനൊന്ന് വായിക്കുകയാണ്. If he holds any office of profit under the government of India or government of any state, then he can become disqualified. അതുപോലെ ഏതെങ്കിലും കോർട്ടിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി
അദ്ദേഹം വോളണ്ടറി ആയിട്ട് ഏതെങ്കിലും കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാള് പാർലമെന്റിലെ ഏതെങ്കിലും ലോ പ്രകാരം ഡിസ്ക്വാളിഫൈ ആവുകയാണെങ്കിലൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അപ്പം ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് വളരെ സിമിലർ ആണ്. എന്തൊക്കെയാണോ നമ്മൾ പാർലമെന്റിൽ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്ക്വാളിഫിക്കേഷൻ. എല്ലായിടത്തും ഏത് മെമ്പർ ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വഴിയോ അല്ലെങ്കിൽ ഗവർണറോ പ്രസിഡന്റോ നോമിനേറ്റ് ചെയ്തോ ഒരു ഡിസിഷൻ മേക്കിംഗ് ഹൗസില് ഒരാൾ മെമ്പർ ആയി കഴിഞ്ഞാൽ അയാൾ ഡിസ്ക്വാളിഫൈ ആകുന്ന കാരണങ്ങൾ എല്ലാം പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 1951 പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് എല്ലായിടത്തും സെയിം ആണ്. ദെൻ ആർട്ടിക്കിൾ 192 നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ പറഞ്ഞത് ആർട്ടിക്കിൾ 98 and 99 ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. അപ്പൊ ഇവിടെയും 192 പറയുന്നത് ഇത് ഗവർണറുടെ ഡിസിഷൻ. അവിടെ നമ്മൾ പറഞ്ഞു ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നെങ്കിൽ അത് പ്രസിഡന്റിന്റെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെയാണെങ്കിൽ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നെങ്കിൽ ഗവർണറുടെ ഡിസിഷൻ വിൽ ബി ഫൈനൽ. ഗവർണറുടെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 192. ഇനി നമ്മൾ 173 നമ്മൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞുല്ലോ. ക്വാളിഫിക്കേഷൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് 192 and 193 191 and 192 പറഞ്ഞത്. ഇനി നമ്മൾ 174ലേക്ക് പോവാണ്, അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാണ്. 174 പറയുന്നത് the governor's power related to state legislature. നമ്മുടെ ഗവർണറെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ ഗവർണറുടെ ലെജിസ്ലേച്ചർ പവറിനെ കുറിച്ച് പഠിച്ചതാണ്. സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുകയും സഭ വിളിക്കാനും സഭ പിരിച്ചുവിടാനും ഒക്കെയുള്ള അവകാശം ആർക്കാണുള്ളത്? ഗവർണർക്കാണ് ഉള്ളത്. ഇപ്പൊ 2 സെക്ഷൻസ് തമ്മിൽ 6 മാസത്തിൽ കൂടുതൽ ഒരു എന്തുണ്ടാവാൻ പാടില്ല? ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. ഒരു ടൈം പീരീഡ് ഡിഫറൻസ് 6 മന്ത്സിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഗവർണറാണ് ഒരു എന്താ പറയാ സെക്ഷനെ വിളിക്കുന്നതും ഡിസോൾവ് ചെയ്യുന്നതും ആരാണ്? ഗവർണറാണ്. അത് ഗവർണറിന്റെ വൺ ഓഫ് ദ ലെജിസ്ലേറ്റീവ് പവർ ആണ്. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ആർട്ടിക്കിൾ 174. അപ്പൊ ആർട്ടിക്കിൾ 174 is actually important because that is related with the governor as well as state legislature. We have already discussed the legislative power of governor, but we didn't discuss the article related to that power. So here we are discussing the article related to that power, that is article 174. So which is the article which is related to executive power of governor? Executive power of governor ne kurichu parayna article edana? Article 154 ആണ്. Article 154 ആണ്. Article 154 telling about the executive power of governor. Now Article 174 discussing about the legislative power of governor. Clear? Then ഇനി അടുത്ത് നമ്മൾ ഡയറക്റ്റ് ആർട്ടിക്കിൾ 178ലേക്ക് വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ 175, 6, 7 ഒക്കെ പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ അതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളല്ല. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ആർട്ടിക്കിളുകളാണ് ആവശ്യം. സോ ആർട്ടിക്കിൾ 178 ഡിസ്കസിങ് അബൌട്ട് ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി 2 ആളുകൾ ഉണ്ടാവണം. ആരൊക്കെയാണ്? സ്പീക്കറും deputy speaker. There should be a speaker and deputy speaker should be chosen from the legislative assembly. അതാണ് ആർട്ടിക്കിൾ 178 പറയുന്നത്. നമ്മൾ പാർലമെന്റിൽ ഒരു സ്പീക്കർ, ലോക്സഭയിൽ ഒരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വേണമെന്ന് പറഞ്ഞു. അത് ആർട്ടിക്കിൾ 93 ആണ് പറഞ്ഞത്. സോ ആർട്ടിക്കിൾ 93 telling about the speaker and deputy speaker of Lok Sabha. Here article 178 telling about the speaker and deputy speaker of legislative assembly. So speaker and deputy speaker illa engil mattorale section preside cheyan vendi legislative assembly elect cheyanam allengi choose cheyanam. നമുക്കറിയാം സ്പീക്കർ എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ നമ്മുടെ കേരള സ്പീക്കർ ആരാണ്? MP രാജേഷ് ആണ്. ഇപ്പൊ സ്പീക്കർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ
നിയമസഭ വന്ന് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടിയാണ് നമ്മളൊരു സ്പീക്കറിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് എല്ലാ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സും ഓത്ത് എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ ഓത്ത് പറഞ്ഞു കൊടുക്കുന്ന ആൾ ആരാണ്? പ്രോടൈം സ്പീക്കർ ആണ്. പ്രോടൈം സ്പീക്കർ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു സ്പീക്കറിനെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സ്പീക്കറായി അവരോധിക്കപ്പെടുന്ന ഒരാളാണ് പ്രോടൈം സ്പീക്കർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്പീക്കർ വരുന്നു, then ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നു. ഈ രണ്ട് കൺസെപ്റ്റും പറയുന്നത് ആർട്ടിക്കിൾ 178 So speaker is a person who will preside over the sections, and in the absence of speaker, deputy speaker will preside the sections. And if both of them are absent, then the legislative assembly should find a person to preside the legislative assembly. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 178 പറയുന്നത്. ഇനി നമുക്ക് ഇടയ്ക്ക് ആർട്ടിക്കിളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ പഠിക്കാം. നമുക്കറിയാം അസംബ്ലിയിലെ ഡിസിപ്ലിനും ഓർഡറും കീപ്പ് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? സ്പീക്കറാണ്. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് ഓർഡർ ഓർഡർ എന്നൊക്കെ സ്പീക്കർ പറയുന്നത് അല്ലെ. അപ്പൊ വളരെ ഡിസിപ്ലിൻ ആയ ഒരു അസംബ്ലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാധ്യത, ഫങ്ഷൻ, റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്പീക്കർക്കാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻ ഓഫ് സ്പീക്കർ. പിന്നെ ഒരു ബില്ല് വന്നാൽ അതൊരു ഓർഡിനറി ബില്ലാണോ ഒരു മണി ബില്ലാണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും സ്പീക്കർക്കാണ്. ബിക്കോസ് ദ പ്രൊസീജിയേഴ്സ് ഓഫ് മണി ബിൽ ആസ് വെൽ ആസ് ഓർഡിനറി ബിൽ ഈസ് ഡിഫറെന്റ്. നമ്മളത് പഠിക്കും. ഒരു മണി ബില്ലിന്റെയും ഓർഡിനറി ബില്ലിന്റെയും പ്രൊസീജിയേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പോ ഈ ബില്ല് മണി ബില്ലാണോ ഓർഡിനറി ബില്ലാണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് സ്പീക്കറാണ്. ദെൻ അസംബ്ലിയിൽ ഒരു ഡിബേറ്റിൽ സ്പീക്കർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുപോലെ ടൈ ബ്രേക്ക് വരുമ്പോ മാത്രമേ അദ്ദേഹം വോട്ട് ചെയ്യുള്ളൂ. അതുപോലെ കോറം ഉണ്ടോ, കറക്റ്റ് ആയിട്ട് കോറം ഉണ്ടോ? നമുക്കറിയാം 1/10 ആണ് കോറം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പീപ്പിളിന്റെ 1/10 ആണ് കോറം എന്ന് പറയുന്നത്. അപ്പൊ കോറം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ആരാണ്? സ്പീക്കറാണ്. സ്പീക്കറാണ് ഒരു മെമ്പറിനെ സസ്പെൻഡ് ചെയ്യാമെങ്കിൽ അതിനുള്ള അവകാശവും ആർക്കാണ്? സ്പീക്കറിനാണ്. ഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്യാത്ത ഒരു മെമ്പറെ സസ്പെൻഡ് ചെയ്യാനും ലെജിസ്ലേറ്റീവ് അസംബ്ലി അഡ്ജേൺ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം സ്പീക്കർക്കാണ്. അപ്പൊ സ്പീക്കർ ഓർക്കേണ്ടത് he should maintain the discipline and order in the assembly. He has to power to decide whether the bill is ordinary or money, and he should not participate in the debate of assembly. Only he will ought if there is a condition of tie break. He or she sees whether there is a necessary quorum. He has the power to adjourn the legislative assembly, and he or she has the power to suspend or expel the member if he is having some unruly behavior. Okay, so ഇത്രയും സ്പീക്കറിന്റെ ഫങ്ഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്പീക്കറിന്റെ ആർട്ടിക്കിൾ 178 ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ ഡയറക്റ്റ് ആർട്ടിക്കിൾ 182 വരികയാണ്. ആർട്ടിക്കിൾ 182 പറയുന്നത് just like Vidhan Sabha, in the Vidhan Parishad also there are two persons. One is chairman and second one is deputy chairman. Chairman and deputy chairman. Who is the chairman of Rajya Sabha? Vice President ആണല്ലേ. Vice President of India ആണ് രാജ്യസഭയുടെ ചെയർമാൻ. ദാറ്റ് ഈസ് എൻ എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആണ്. ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആള് മറ്റൊരു പോസ്റ്റ് കൂടെ വഹിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അയാൾ മറ്റൊരു പോസ്റ്റ് കൂടെ വഹിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയാ? എക്സ് ഒഫീഷ്യോ എന്ന് പറയാ അല്ലെ. അപ്പോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയത് കൊണ്ടാണ് അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാൻ ആയത്. സോ ദാറ്റ് ഈസ് എൻ എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ലോ യൂണിവേഴ്സിറ്റി, എവറി സ്റ്റേറ്റ് ഹാവിംഗ് ലോ യൂണിവേഴ്സിറ്റി, അതിന്റെ ചാൻസലർ ആരാണ്? നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ ഗവർണറാണ്. പക്ഷെ ലോ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരല്ല? ഗവർണർ അല്ല. പകരം ആരാണ്? ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ്. സോ അത് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ഒരു എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആണ്. ബിക്കോസ് അദ്ദേഹം ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയത് കൊണ്ടാണ് അദ്ദേഹം എന്തായത്? ചാൻസലർ ഓഫ്
ലോ ഓഫ് യൂണിവേഴ്സിറ്റി ആയത്. യൂണിവേഴ്സിറ്റി ലോ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയത് അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ആൻ എക്സ് ഒഫീഷ്യോ പോസ്റ്റ്. അപ്പൊ അതുപോലെ നമ്മുടെ രാജ്യസഭയിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, നമുക്കിവിടെ വൈസ് ഗവർണർ എന്നൊരു പോസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് 2 ആൾക്കാരെയാണ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനുമായിട്ട് ചൂസ് ചെയ്യുക. ചെയർമാൻ ഇല്ലാത്തപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊസീജിയേഴ്സ് ക്യാരി ഓവർ ചെയ്യും. ഇവരുടെ ജോലി എന്താണ്? പ്രിസൈഡ് ഓവർ ദ സെക്ഷൻസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ 182 ആണ് അതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 178 സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 182 telling about chairman and deputy chairman of legislative council. So ഇത്രയുമാണ് ആർട്ടിക്കിൾ 182 പറയുന്നത്. Then article 184 വളരെ എളുപ്പമാണ്. ഡെപ്യൂട്ടി ചെയർമാൻ has the power to perform the duties of chairman. അതാണ് 184 പറയുന്നത്. Then ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. That is article 196. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 196. ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 196 പറയുന്നത്. സോ ആർട്ടിക്കിൾ 196 is important. Why? Because that is telling about the legislative procedures of a legislative assembly and legislative council. So ഇത് പറയുന്നതിന് മുമ്പ് we have to know one term, bill. What is bill? Bill is a legislative proposal. It's a draft legislative proposal. So there are 2 types of bill are there. Private bill as well as public bill. ഒരു മന്ത്രി, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവരുന്നു എങ്കിൽ ദാറ്റ് ഈസ് എ പബ്ലിക് ബിൽ. കൗൺസിൽ ഓഫ് മിനിസ്റ്റർ അല്ലാത്ത ഒരാളാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബില്ല് കൊണ്ടുവരുന്നു എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രൈവറ്റ് ബിൽ. സോ ദർ ആർ 2 types of bill in legislative assembly: private bill and public bill. Private bill എന്ന് പറഞ്ഞാൽ private members bill. Private members bill. So private members bill എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിസ്റ്റർ അതർ ദാൻ മിനിസ്റ്റർ അല്ലാത്ത ഒരാൾ കൊണ്ടുവരുന്നതാണ് പ്രൈവറ്റ് ബിൽ. പ്രൈവറ്റ് ബിൽ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് പബ്ലിക് ബിൽ അല്ല, ഗവൺമെന്റ് ബില്ലാണ്. ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരുന്ന ആരാ? ഗവൺമെന്റിന്റെ പാർട്ടായ ഒരാൾ, അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 type ഓഫ് ബില്ലുണ്ട്. ബില്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഒരു പ്രപ്പോസൽ വയ്ക്കുക, അത്രയേ ഉള്ളൂ. പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒരാൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പ്രപ്പോസൽ വയ്ക്കുക. ആ ഡ്രാഫ്റ്റ് പ്രപ്പോസലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബിൽ എന്ന് വിളിക്കുക. അപ്പൊ ഈ ബില്ല് വരുന്നതും അത് പാസ് ചെയ്യുന്നതും അതെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും എന്തൊക്കെ ബില്ലുകൾ ഉണ്ടെന്നും ഒക്കെ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 196. അപ്പൊ ആർട്ടിക്കിൾ 196 ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ there is a question, നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. Which article discussing about the introduction of a bill? ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതും ആർട്ടിക്കിൾ 196 ആണ്. പാസിംഗ് ഓഫ് ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതും ആർട്ടിക്കിൾ 196 ആണ്. അപ്പോ ഈ ആർട്ടിക്കിൾ 196 പറയുന്നത് എന്താണ്? either of the house, ഏത് ഹൗസ് വേണമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പാർലമെന്റിലും സെയിം ആണ്. അപ്പോ either of the house, lower house or upper house, ലോക്സഭ or രാജ്യസഭ, legislative assembly or legislative council, anywhere ഒരു ബില്ല് വരാം. ബില്ല് ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ that bill should be ordinary bill, മണി ബിൽ ആകാൻ പാടില്ല. അപ്പൊ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബിൽ? ഒരു ഫണ്ട് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ if it is related to a consolidated fund or contingency fund, or if it is related with a taxation. So if it is related to with any money matters, then that bill, that proposal is called money bill. So if that proposal which is related to money, that is which is related to any fund,
or which is related to any taxation, then that bill is called money bill. But that money bill can only introduced in lowest house, that is Legislative Assembly or Lok Sabha, because that is House of the People. Clear? Appo money bill ആദ്യം എവിടെ മാത്രമേ introduce ചെയ്യാവൂ? Lower house il മാത്രമേ introduce ചെയ്യാവൂ. In the case of state, that is Legislative Assembly. In the case of union, that is Lok Sabha. Okay. ബാക്കി ordinary bill എവിടെ വേണമെങ്കിലും ഏത് ഹൗസിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹൗസിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഹൗസ് അതിനെ പാസ്സാക്കിയ ശേഷം അടുത്ത ഹൗസിലേക്ക് അയക്കണം. ആ ഹൗസിൽ ഡിസ്കഷൻ നടന്ന അവിടെയും പാസ്സായ ശേഷം ഗവർണർ അത് സൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ബിൽ ബിക്കം ആക്ട്. ദാറ്റ് ബിൽ ബിക്കം ആക്ട്. ഇതാണ് ആർട്ടിക്കിൾ 196 പറയുന്നത്. ക്ലിയർ? സോ ആർട്ടിക്കിൾ 196 പറയുന്നത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസിംഗ് ഓഫ് ദ ബിൽ. ഇതാണ് ആർട്ടിക്കിൾ 196 പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ആവുന്ന സമയത്ത് ഒരു ബില്ല് പെൻഡിങ് കിടക്കുന്നുവെങ്കിൽ ആ ബില്ലിന്റെ ആയുസ്സും അവിടെ കഴിയും. പക്ഷെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ആ ഒരു ഗവൺമെന്റ് ലാപ്സ് ആയാലും ആ ബില്ല് അവിടെ കിടക്കും. കാരണം ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഹൗസ് ആണ്, ഒരു സ്ഥിരം സഭയാണ്. ഇപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസില് ആ ഗവൺമെന്റ് വയ്ക്കുന്ന ഒരു പബ്ലിക് ബിൽ, ഗവൺമെന്റ് ബിൽ, അത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു, അത് ഡിസ്കഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ തന്നെ ആ ഗവൺമെന്റ് ഡിസോൾവ് ആയി പോയാലും ആ ബിൽ അവിടെ എക്സിസ്റ്റ്. പക്ഷെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കേസിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ആവുമ്പോൾ ആ ബില്ലും അവിടെ നിന്ന് ഡിസോൾവ് ആയി പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 196 പറയുന്നുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 198 ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. മണി ബില്ലിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 198 പറയുന്നത്. ആർട്ടിക്കിൾ 198 ഡിസ്കസിംഗ് അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് ഓഫ് മണി ബിൽ. So Article 196 is discussing about the procedures of ordinary bill, and Article 198 is discussing about the procedures of money bill. So ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, money bill can be introduced in the lower house, that is Legislative Assembly. Legislative Assembly അത് പാസ്സാക്കിയ ശേഷം Legislative Councilലേക്ക് അയക്കണം. അവിടെ ഓർഡിനറി ബില്ലിന് ഒരു ടൈം ഡ്യൂറേഷൻ ഇല്ല. എത്ര നാള് വേണമെങ്കിലും ഡിസിഷൻ എടുക്കാതെ ഹൗസസിൽ കിടക്കാം. പക്ഷെ മണി ബില്ലാണെങ്കിൽ വിത്തിൻ 14 days ലെജിസ്ലേറ്റീവ് കൗൺസിൽ റിപ്ലൈ ചെയ്തിരിക്കണം. ഇനി റിപ്ലൈ ചെയ്തില്ല എങ്കിൽ എഗെയിൻ ഒരിക്കൽ കൂടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അയക്കും. അപ്പോഴും 14 days നോക്കും. അപ്പോഴും റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അതങ്ങ് രണ്ട് ഹൗസസും പാസ്സാക്കിയതായി കരുതും. Okay, so money bill is introduced in the lowest house of the legislature and it will be passed to upper house, and upper house should return within 14 days. If that upper house should not return also, it is deemed to be passed by both houses. രണ്ട് ഹൗസസും പാസ്സാക്കിയതായി അങ്ങ് വിചാരിക്കും. ഇതാണ് ആർട്ടിക്കിൾ 198 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200 പറയുന്നത് ബില്ല് പാസ്സാക്കി ഗവർണർ സൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അസെന്റ് ടു ബിൽസ്. സോ ബോത്ത് ഹൗസസ് ആർ പാസ്ഡ് ബൈ ദാറ്റ് ബിൽ. Then ഗവർണറിലേക്ക് സെൻഡ് ചെയ്യും. ഗവർണർ എന്ത് ചെയ്യും? He has a discretionary power to assent, to give assent or withhold. He can assent the bill or he can withhold the bill. He can disassent the bill as well as he can withhold the bill. Withhold ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും I need a decision from the president, or I want to consult with the president. അങ്ങനെ ഒരു കാര്യം ആർക്ക് പറയാം? ഗവർണർക്ക് പറയാം. അപ്പൊ ആർട്ടിക്കിൾ 200 telling about the assent to bills. So governor can give assent to bills or he can withhold the bills if he is
withholding the bill, then he can tell that he wants to consult with the president. So, അങ്ങനെ പ്രസിഡന്റിലേക്ക് കൺസിഡറേഷൻ പോകുന്നതിനെയാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്. So, bill is reserved for president's consideration. So, അവിടെ പ്രസിഡന്റ് ഒന്നുകിൽ ഡിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രസിഡന്റിനെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ പ്രസിഡന്റിന് ഒന്നുകിൽ റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെ സൈൻ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ള ആർട്ടിക്കിൾസ്. സോ ഞാൻ ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് സമൺ ചെയ്യാം. സോ ആർട്ടിക്കിൾ 168 മുതൽ 212 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ളത്. 168 പറയുന്നത് ലെജിസ്ലേച്ചർ വേണം, സോ ഗവർണർ കൂടെ ഇൻക്ലൂഡ് ആവുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവണം, ചില സ്റ്റേറ്റുകൾ ബൈകാമറലിസം ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടി. 169 ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അബോളിഷൻ ആൻഡ് ക്രിയേഷനെ കുറിച്ച് പറയുന്നു. 170 കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മാക്സിമം സ്ട്രെങ്ത് ഈസ് 500, minimum strength is 60. Article 171 composition of legislative council ne kurichu parayunnu. 1/3 of legislative assembly members aanu legislative council varendathu. Minimum is 40. 172 parayunnu legislative assembly 5 years, legislative council oru constant house aanu. 173 telling about the qualification, 191 telling about the disqualification, 192 telling that governor's decision regarding disqualification is final. Okay, so 173 qualifications, 191 disqualification. Then 174 telling about governor's legislature power, 178 speaker and deputy speaker, 182 chairman and deputy chairman of legislative council, 184 deputy chairman, 196 is very much important, legislature procedure of ordinary bill, 198 legislature procedure of money bill, 200 assent to bills by the governor, 201 bill is reserved for president's consideration. So ഇത്രയും ആർട്ടിക്കിളുകളാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. പഠിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു സോ മച്ച്.